സ്കൂളുകൾ തുറന്നു. പുതിയ ബാഗ് വാങ്ങി, പുസ്തകങ്ങൾ പൊതിഞ്ഞു, യൂണിഫോം റെഡിയാക്കി. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനും ഇതൊരു പുതിയ തുടക്കമാണ്. ചിലർ ആങ്ഷ്യസ് ആയിരിക്കും, ചിലർക്ക് പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും, ചിലർക്ക് തന്റെ കുഞ്ഞുങ്ങൾ വലുതാകുന്നതിലുള്ള സങ്കടമായിരിക്കും, സന്തോഷമായിരിക്കും. എല്ലാ പാരന്റ്സും ഒരേ ഇമോഷൻസ് അല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരേ ആവേശത്തോടെ എല്ലാ സ്കൂളിലേക്ക് പോകുന്നതും. ചിലർക്ക് പേടിയായിരിക്കും, ചിലർക്ക് സന്തോഷമായിരിക്കും, ഈ വർഷം ഇനി എങ്ങനെ വരുമെന്ന ആശങ്കയായിരിക്കും, കൂട്ടുകാരെ കാണാമെന്നുള്ള സന്തോഷത്തിലായിരിക്കും. സ്കൂൾ എന്നത് പഠനത്തിനപ്പുറം കുട്ടികൾ സെൽഫിനെ സ്വയം കണ്ടെത്തുന്നതും സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതും പരാജയങ്ങളും വിജയങ്ങളും പഠിക്കുന്നതുമായ ഇടമാണ്. ഇവിടെ ഓരോ ദിവസവും അവർക്ക് പുതിയ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ കേൾക്കാനും ഒരു ഇടം വേണം. ഓരോ ദിവസവും സ്കൂൾ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നതിന് മുന്നേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എത്ര മാർക്ക് കിട്ടി എന്നതിനേക്കാളും കിട്ടിയ മാർക്കിനെയും അവരെടുത്ത എഫേർട്ടിനെയും പ്രോത്സാഹിപ്പിക്കുക. കാരണം പഠിച്ചതെല്ലാം കുട്ടികൾ ഓർക്കണമെന്നില്ല. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, പേടി തോന്നിയപ്പോൾ, തോറ്റുപോയെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറി, നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിരുന്നോ, ആശ്വസിപ്പിച്ചിരുന്നോ എന്നത് അവർ ഓർക്കും. സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാനിവിടെ സുരക്ഷിതനാണ്, എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനും എന്നെ കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും എൻ്റെ പാരൻസ് ഉണ്ട് എന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം അവർക്കൊരു പെർഫെക്റ്റ് പാരന്റിനെ അല്ല, അവരെ കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരെ കൂടെ നിൽക്കുന്ന പാരന്റിനെയാണ് വേണ്ടത്.